നമസ്കാരം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൂഗിൾ ടെക് ട്രാവലിക്. എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു ഹാർദമായ സ്വാഗതം. നിങ്ങൾ വിചാരിക്കുന്ന വീഡിയോയിലെ ആദ്യം ഞാനെന്താ കല്ലൊക്കെ വെച്ച് എറിയുന്നുണ്ടായിരുന്നു, എന്താ പരിപാടി എന്നല്ലേ? ഒന്നുമില്ല, ഈ മാങ്ങ ഒന്ന് എറിഞ്ഞ് വീഴ്ത്താൻ നോക്കിയതാണ്. പക്ഷെ നടന്നില്ല. നമ്മളല്ലാണ്ട് ഇപ്പം പറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോ സ്കൂളടപ്പ് സമയത്തൊക്കെ നമ്മൾ പണ്ട് കുട്ടിക്കാലത്ത് മാങ്ങയൊക്കെ എറിഞ്ഞ് വീഴ്ത്തി ഉപ്പും മുളകും ഒക്കെ വെച്ച് കഴിക്കുമായിരുന്നില്ലേ? അപ്പൊ അത്തരത്തിലൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. പക്ഷെ നമ്മളിന്ന് ഉപ്പും മുളകും വെച്ചല്ല കഴിക്കാൻ പോകുന്നത്. നല്ല മുത്തശ്ശി റെസിപ്പി രീതിയിൽ, മുത്തശ്ശിമാര് പറഞ്ഞ റെസിപ്പി രീതിയിൽ നല്ലൊരു കിട്ടില്ല അച്ചാറാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഈ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ കുക്കിംഗ് ടൈം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പൊ പൊട്ടിച്ചു വെച്ചേക്കുന്ന ഈ മാങ്ങ നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കാം. അപ്പോൾ മാങ്ങ നമ്മൾ നല്ല വലിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുക. നുറുക്കിയെടുത്തതിന് ശേഷം ഇതിന്റെ മേലിൽ ഒരല്പം ഉപ്പ് വിതറി ഒരു ദിവസം ഫുള്ള് നമ്മൾ മൂടി വെക്കേണ്ടതാണ്. അങ്ങനെ മൂടി വെച്ച് കഴിയുമ്പോൾ നമുക്ക് മാങ്ങ നല്ല സോഫ്റ്റ് ആയി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിന്റെ മേലേക്ക് കുറച്ച് ഉപ്പ് വിതറി മൂടി വയ്ക്കാം. അങ്ങനെ ഉപ്പ് പുരട്ടി ഒരു ദിവസം വച്ചിരുന്ന മാങ്ങയാണിത്. കണ്ടോ, ഇതില് ജ്യൂസൊക്കെ പുറത്ത് വന്ന് നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്നത്. നമുക്കിനി ഈ ജ്യൂസൊക്കെ കളഞ്ഞ് ഇതിനെ വെയിലത്ത് വെച്ച് നന്നായി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. നമുക്ക് വെയിലത്ത് വയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ തുണിയിൽ ഒരു 2-3 മണിക്കൂർ കെട്ടി അതൊന്ന് ഉണക്കിയെടുത്താലും മതിയാവും. ഇതിനാവശ്യമായത് ഉലുവ, കടുക്, പരലുപ്പ്, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് നല്ലെണ്ണ. ഇപ്പോൾ ആദ്യം കാണിച്ച ഇൻഗ്രീഡിയൻസ് തന്നെ നമ്മൾ ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിരിക്കുകയാണ്. അതിൽ നമ്മൾ കടുകും ഉലുവയും നന്നായിട്ട് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തു. അതുപോലെ തന്നെ പരലുപ്പും നമ്മളൊന്ന് മിക്സിയിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ കടുക് പൊടിക്കുമ്പോൾ നമ്മൾ ഒത്തിരി നൈസ് ആവരുത്, നല്ല തരിയായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. അതിന്റെ ആ കറുത്ത ചണ്ടിയെല്ലാം നീക്കം ചെയ്തെടുക്കാനും ശ്രദ്ധിക്കണം. നല്ലെണ്ണ നമുക്ക് ഗ്യാസിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. നമുക്ക് ഉണക്കി വെച്ചേക്കുന്ന മാങ്ങ മറ്റൊരു പാത്രത്തിലേക്ക് ആക്കി അതിലേക്ക് ഇൻഗ്രീഡിയൻസ് ഓരോന്നായി ചേർക്കാം. ഞാനിവിടെ കടുകും ഉലുവയും ആദ്യം ചേർക്കുന്നു. അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി. കാരണം നമ്മൾ ഓൾറെഡി അതിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി. മുളക് പൊടി കാശ്മീരി ചില്ലി ചേർക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ സാധാരണ മുളക് പൊടിയും ആഡ് ചെയ്യാവുന്നതാണ്. ഇത് ആഡ് ചെയ്ത് ഇതിലേക്ക് നമ്മൾ ഓൾറെഡി ചൂടാക്കി വെച്ചേക്കുന്ന നല്ലെണ്ണ തണുപ്പിച്ചതിന് ശേഷം ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. അത് എല്ലായിടത്തും സ്പ്രെഡ് ആവാതെ ഇങ്ങനെ കട്ടിയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് അതിന്റെ ടേസ്റ്റിനെ ബാധിക്കും. അതുകൊണ്ട് നല്ല രീതിയിൽ എണ്ണ ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്.
നമുക്കിനി ഇത് ഒട്ടും തന്നെ ജലാംശമില്ലാത്ത ഒരു ചില്ല് കുപ്പിയിലേക്ക് മാറ്റി സൂക്ഷിക്കാം. ഇതിലേക്ക് ഒരിക്കൽ കൂടി നമുക്ക് നേരത്തെ ചൂടാക്കി തണുപ്പിച്ച നല്ലെണ്ണ ഒഴിച്ചു വെക്കാം. എത്രത്തോളം നല്ലെണ്ണ മേളിൽ ഒഴിച്ചു വെക്കുന്നോ അത്രത്തോളം അത് രുചിയും കൂടും, കേടാവാതെ ഇരിക്കുകയും ചെയ്യും. നമ്മൾ ഒട്ടും തന്നെ ജലാംശമില്ലാത്ത ചില്ല് ഗ്ലാസ്സിൽ തന്നെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഇത് എടുക്കുമ്പോൾ ആ സ്പൂണിലൊന്നും ഒട്ടും തന്നെ ജലാംശം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഏറെ നാൾ സൂക്ഷിക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പൊ ഗൈസ്, എങ്ങനെയുണ്ട് ഇന്നത്തെ റെസിപ്പി? ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും ഇതൊന്നും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നതായിരിക്കും. ബൈ.